Hello guys. Hello guys. അമ്മേ കടിക്കോ ഇത്? ഇത് രണ്ടാളും ഒരു ഫ്രെയിമിൽ കിട്ടാൻ കുറച്ച് പാടാന്ന്. എന്നാ ഓക്കെ. പക്ഷെ ഇങ്ങോട്ടൊക്കെ ലൈറ്റ് ഇല്ല. ഊബറിൽ പോകുന്നു. ഓക്കെ, ഓരോരുത്തരോരുത്തരത്തെ പിക്ക് ചെയ്യുന്നു. സൗത്തിലേക്ക് പോകുന്നു. അവിടെ ബസ് കയറുന്നു. അവിടെ നിന്ന് ബസ് കയറി കുമളിന്ന് വണ്ടിപ്പെരിയാർ അവളിങ്ങോട്ട് ക്യാമറമാനോടൊപ്പം ക്യാമറമാനല്ല ക്യാമറ വുമൺ. മീശ വെച്ചിട്ടിരിക്കുന്ന മീശൊന്നുമില്ല. അപ്പൊ ഇംഗ്ലീഷ് എന്നൊക്കെ. ഇതാണ് റിജീഷ്, മൃദുല ചേച്ചി. ചേച്ചി ഭയങ്കര വ്ളോഗറാട്ടോ. വ്ളോഗറിന്റെ കൂടെ നടക്കുന്ന വലിയൊരു ആളാണ്. ഇതാണ് അമ്മജിത്ത്. നമ്മൾ കാത്തിരിക്കണത് അവന് സങ്കടം ഉണ്ടെന്നൊക്കെ. എന്നെ അത്രയും വിളിച്ചത് നീ 11 മണിനുള്ളൂ, നമുക്ക് 11 മണിനുള്ളിൽ പോകാണ്ട്. ഞാനപ്പോ 4 മണി പറഞ്ഞു. അത് ചുമ്മാ പറയുന്നത് എനിക്ക് കാണുന്നില്ല. ഞാനത് തന്നെ പറഞ്ഞത്. കിഴപ്പുള്ള സാധനം. അവൻ നൈറ്റ് എനിക്ക് ഉറക്കം വരില്ല എന്ന് പറഞ്ഞിട്ട് അവൻ സിനിമയ്ക്ക് പോയിരിക്കുക കാങ്കുവ. സിനിമ എല്ലാവരും തലവേന എടുക്കുന്നു ഇത്ര കങ്കുവയ്ക്ക്. റിവ്യൂ വരാൻ എന്താ ലേറ്റ് ആയെന്ന് ചോദിച്ചാ. അപ്പൊ അമലാൽ ഭട്ട് പറഞ്ഞു, അല്ല അമലാൽ ഭട്ട് കോസ്റ്റ്യൂം വാങ്ങാൻ പോയത്. കോസ്റ്റ്യൂം ഒക്കെ വീഡിയോ വന്ന് നിങ്ങൾക്ക് എങ്ങനെ ഇത്രയും പെട്ടെന്ന് കോസ്റ്റ്യൂം കങ്കുവ? എല്ലാരും ഒരേ സ്ഥലത്ത് ചോദിക്കുന്നു ഇത് എന്തുവാ പ്രാസന്നൊക്കെ. ആരോ പറയുന്നു സൂര്യക്ക് ഇത്രയും മോശമായിട്ട് അഭിനയിക്കാൻ പറ്റുമെന്ന് ഒരിക്കൽ പോലും വിചാരിച്ചിട്ടില്ല. മോശമാണോ പുള്ളിയുടെ സൂര്യയുടെ കാറിലോട്ട് തലവേന. അവൻ ഇനി മറ്റേ 4:30 എത്തിച്ചില്ലേ? നീ ഇന്നലെ പോയിരുന്നു കോണയടിച്ചാൽ ഞാൻ അവൻ ഇടിച്ച് പപ്പടാക്കി. കാരണം സൂര്യക്ക് വിക്രമിനൊക്കെ ആയിരുന്നെങ്കിൽ ആ ഒരു ടെററൊക്കെ വന്നേനെ. സൂര്യ ഇച്ചിരി ഭയങ്കര പാവം. സിനിമ കണ്ടോ? ഞാൻ ഊഹിച്ചു ഐ എം എ ഗുഡ് പ്രൊഫസർ. സിംഗത്തിന്റെ അൾട്രാമാക്സ് അമ്മാതിരി കാർ. പ്രസവ വാർഡിൽ പോലും ഇപ്പഴാ സംഭവിച്ചത്. മറ്റേ പറയണ്ടല്ലോ, പ്രസവ വാർഡിൽ പോലും കാണൂല ഇത്ര വളർച്ച. വന്നവരും പോയവരും എല്ലാരും. നീ ഇതൊട്ടും വ്ളോഗ് വന്നിട്ടില്ലല്ലോ. നീ ആദ്യമായിട്ടല്ലേ വ്ളോഗ് വന്നെ? നമ്മുടെ തിരുവനന്തപുരം വ്ളോഗ്. ആ ഉണ്ടല്ലോ ഓപ്പൺ ടൈമർ വരാന്നല്ലേ പറഞ്ഞത്. ആ ശരി വാ. മറ്റേത് തിരുവനന്തപുരത്ത് കാറിന്റെ നടുക്ക് ആൻഡ്രിയാസേട്ടന്റെ ഇപ്പുറത്ത്, അല്ല മൃദുലേച്ചി ഇപ്പുറത്തുണ്ട്, മഹേഷേട്ടൻ ഇപ്പൊ നടുക്കുന്ന ഇങ്ങനെ നിങ്ങളെല്ലാരും ഒരു കാറിലാണ്. അത് നമ്മുടെ വന്നത്. ആൻഡ്രിയാസിന്റെ അമ്മ അച്ഛനമ്മ. റംബൂട്ടാൻ എടുക്കട്ടെ? ഞാൻ ബ്രെഡും ജാമും വാങ്ങട്ടെ എന്ന് വെച്ചപ്പോ ആരും ഒന്നും പറഞ്ഞില്ലല്ലോ. അതിട്ടല്ല വാങ്ങണമെന്ന് ഒക്കെ അടിക്കണം. ഇല്ല ആ ആരും ഒന്നും പറയാത്തോണ്ട് പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഒക്കെ വരണ്ടേ? ഞാനിതൊക്കെ വാങ്ങാൻ പോവാന്ന്. സെറ്റ് ഓക്കെ അല്ലേന്ന് ചോദിച്ചപ്പോ ആരും ഒന്നും പറയുന്നില്ല. ഇവളെന്നോട് വെള്ളം എടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ എടുത്തില്ല. ഈ ബാഗിൽ അവന്റെ നൈലോൺ ഷഡ്ഡിയുണ്ട്. 2 ഷഡ്ഡി വെള്ളം എവിടെ കുപ്പിടുത്താന്ന്. ഇവിടെ ഉത്തരവാദിത്തമുള്ളത് ഞാൻ മാത്രമേ. അവൻ പോക്കറ്റിട്ട് വള്ളി താഴെ ഇടും. എന്നിട്ട് പോലീസ് വരുമ്പോ ഇങ്ങനെ നമ്മള് ഗവിയിലെത്തു എത്തോ തിരിച്ച് പോലീസ് അടിച്ചത് എങ്ങോട്ടേക്ക് ആണെന്ന് ഒരു സൈഡിലേക്ക് മാമന എവിടെ ചോദിച്ചാലും മാമന്മാരുടെ വർത്താനം പറയണം. ബാക്കിയുള്ള 3
അമൽജിത്തിന്റെ പാട്ടാ ഗൈസ്. ഗ്യാസിന്റെ പാട്ട് കണ്ടിട്ട് ഓളെ ആദ്യം മെയിൻ നോക്കിയിരിക്കുക. നല്ല ഹസ്ബൻഡ് അങ്ങനെ കണക്കിണോ അല്ലേ കാണാൻ. മിനിനെ കടിച്ചു പിടിച്ച് ഇനി വന്നേക്ക്. മാംഗോ ജാം ആണില്ലേ നിങ്ങള് സെപ്റ്റോലിട്ട് ആ ആ ആ അടിപൊളിയായിരുന്നു. എന്തെന്നാ ജഗത്ത് അങ്ങനെയാണെങ്കിൽ ഇതൊന്നും തുറക്കൂല ഇപ്പൊ 5 മണിക്ക് ഒന്ന് തുറക്കും. അമൽജിത്തിന്റെ മുഖത്ത് ഓറ മറ്റേ ഇളനീർ ഷേക്ക് ഉണ്ടാവൂലേ ഈ സമയത്താ. നമ്മളെന്നല്ലേ അന്ന് പോയിട്ട് കുടിച്ചേരാ. എന്നാ വണ്ടി എടുത്ത് കയറ്റി വെക്കാൻ പാടില്ല. ഇവിടെ കൊണ്ടെന്ന് വെച്ചാ മണ്ടം തന്നെ. അവിടെ ഗൈസ് എല്ലാരും വന്ന് ഗൈസ്. ഇല്ല ഹരീഷ് ആ ഒരാൾ കൂടെ എടുത്തു മനു. എന്റെ അടുത്തുണ്ട് 20 രൂപ 20,000. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ചെലവൊക്കെ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. ആണോ? എന്നാ കൂടി എന്നാ 20,000 ഇല്ല അക്കൗണ്ട് എടുക്കും നോട്ടെ. ഇല്ലെങ്കിൽ നീ എനിക്ക് തരണം. 1000 എന്റെ കയ്യിൽ 1000 എനിക്ക്. അത് ഞാൻ ചെലവ് നമ്മ ഇപ്പൊ അങ്ങോട്ടാ പോണേ? അതല്ല എറണാകുളം സൗത്ത്. അവിടുന്ന് എന്റെ കയ്യിൽ 20,000 ഇല്ലെങ്കിൽ അവന്റെ 1000 ഞാൻ മേടിക്കും. അവിടുന്ന് എങ്ങനെ അങ്ങോട്ടാ? അവിടുന്ന് കുമിളി. അവനാ പറഞ്ഞു 20,000 അവിടുന്ന് കുമിളിന്ന് ഗവി. ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഊബറിന് വേണ്ടി വെയിറ്റിംഗ്. കാർ ഇരുന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ റിജിസ് തലക്ക് അടിക്കുമെന്ന് പറഞ്ഞു. എന്നെ ഞാൻ ഉറങ്ങാൻ ഇവൻ വിട്ടില്ല. എന്നെ ബാത്റൂമിന്റെ സ്വിച്ച് തരിക, വന്ന് ഫ്രണ്ടിന്റെ മുകളിൽ ഫ്ലാഷ് അടിക്കുക. ഉറക്കണ്ടെന്ന് പറഞ്ഞു ഇജ്ജാതി സൈക്കോന്നൊക്കെ. ഈ ബസ്സിൽ കയറിയാലും പോകാൻ പറ്റുമോ? എടാ ഇത് കുമ്പളങ്ങി ബസ് പോടി. ആ എന്റെ ഫോണാണോ? ഇത് എവിടെ? ഓ ആപ്പിൾ എന്താന്ന് പറഞ്ഞത്? ആപ്പിൾ എന്താന്ന് പറഞ്ഞത്? സ്വന്തമായിട്ടൊക്കെ പ്ലേ ആവല്ലേ ആപ്പിളിനെ പറ്റി എന്തൊക്കെയോ. സോറി ആപ്പിൾ വേഴ്സസ് രണ്ടേ ഉള്ളൂ. അപ്പൊ കുഴപ്പമില്ല, അടിച്ചമർത്തി വിട്ട പിക്സലടാ. ഇനി ഒരു അട്ട വന്നില്ല. പിക്ചർ ക്വാളിറ്റി ഉണ്ടോ? നൈറ്റിലോ ലോ നൈറ്റിൽ ചേച്ചിന് തിളക്കിർത്തി നോക്കടാ. ഇങ്ങോട്ട് നോക്ക്. വീഡിയോ ക്വാളിറ്റിയില് കൂടുതൽ ഫോട്ടോ ക്വാളിറ്റിയിലെ പിക്സൽ നമുക്ക് അറിയാം. വീഡിയോ ആണെങ്കിൽ എടുത്താൽ ഇതെന്തത് ഫ്ലാഷ് ഓണാക്കിയാൽ ഞങ്ങൾക്കും വരും ഇത്ര നാച്ചുറല്. എടാ ഇല്ല ലൈറ്റ് ഒക്കെ അത് നാച്ചുറലല്ലോ. നോയ്സാ? എവിടെ നോയ്സ്? എവിടെ നോയ്സ്? ഇരുട്ട് എവിടെ നോയ്സ്? നാച്ചുറൽ നാച്ചുറൽ ലൈറ്റ് അല്ലേ? അട്ട സൂം ചെയ്തിട്ട് ഒലീവിന്റെ അകത്ത് ഫ്ലാറ്റിൽ കുളിക്കുന്ന അത് ഇവനാണ്. എടാ നോയ്സ് ഫുള്ള് ഇരുട്ട്. എടാ ഫുള്ള് ഇരുട്ടെന്ന് പറയുമ്പോ ഇതാണ് നാച്ചുറൽ ലൈറ്റ്. ശരിയാണല്ലോ. വണ്ടി വെക്കട്ടെ ഗൈസ്. നമ്മളിപ്പോൾ കോട്ടയിൽ കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. 4 പേര് ഇന്നത്തെ ബാക്കി 4 പേര് ഊബർ വിളിച്ച്. ഉള്ളില് ഒരു സങ്കടം പോലെ ഇപ്പൊ പോകും പറഞ്ഞിരിക്കുകയാണ്. വയറ് സങ്കടമാണ്. എടുക്കാത്തറിയോ? ആശക്ക് ഇത്ര കുഴപ്പമുള്ളൂ. ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇവിടെ എത്തിയിട്ടേ വയറ് മാത്രം. ഒരു കുപ്പിയില് ഇട്ട് വേസ്റ്റ് ആക്കണമെന്നൊക്കെ കമന്റ് വരും. തൊപ്പി കളഞ്ഞ മറ്റുള്ളവരെക്കാളും 30% കുറഞ്ഞ നിരക്കിൽ സാധനങ്ങൾ എത്തേണ്ടത് സേഫായി എത്തും. അത് വീണിട്ടൊന്നുമില്ല, ചുമ്മാ ആക്ഷൻ കാട്ടിക്കുക. 1-ന് 2 അക്ഷരം എന്നൊക്കെ. പറയണോ ഗൈസ്? നമ്മളിപ്പോ ജേണി സ്റ്റാർട്ട് ചെയ്തേക്കുവാണ്. എറണാകുളം സൗത്ത് സ്റ്റാൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. കുമളി ബസ്സിൽ കയറിയിരിക്കുകയാണ്. സോ ഞാൻ ഹൈ ഫ്രണ്ടില് ബാക്കിൽ
ബാക്കില് നമ്മുടെ ജഗ്ഗു ഉണ്ട്, റിജീഷ് ഉണ്ട്, അപ്പുറത്തെ സൈഡിൽ മനു, ആശ, എൻ്റെ അപ്പുറത്തെ സൈഡിൽ അപ്പുറത്ത് 2 പേരുണ്ട് ഗൈസ്. നമ്മൾ കൊച്ചിയിൽ നിന്ന് വൈറ്റ് ലവ് ഹബ്ബ് കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത് നല്ല അടിപൊളി കൊച്ചികളുണ്ട്, വായനോക്കി പോവാണ്. നല്ല 12 മണി വരെ ഇതാണ് നമ്മുടെ എന്റർടൈൻമെന്റ്. പരിചയപ്പെടാൻ പറ്റുമെന്ന് നോക്കാം. ഞാൻ പറഞ്ഞതല്ലടാ നൈറ്റ് വരാൻ, ഇവനല്ലേ പറഞ്ഞു രാവിലെ വരാന്ന്. ഇനി ഒരു അടി ഉണ്ടായിരുന്നു. ഇവനെ തിരിച്ചു വേണോ? ഞാൻ കൊന്നേക്കട്ടെ. മാത്രം പോരല്ലേ അടിന്റെ അതന്നെ നമുക്ക് റോഡിൽ നിന്ന് അടിക്കിടന്നിട്ടുണ്ടാക്കാം. ഹോട്ടലിൽ പോവാ, അതാണ് ബെസ്റ്റ്. ഏത് ആ വെജിലേറ്റണത് എവിടെ എത്തിയെന്ന് പറയണ? കുമളി. നമ്മൾ കുമളി എത്തിയിരിക്കുന്നു ഗൈസ്. എല്ലാം ഓർമ്മയുണ്ടോ? കുമ്പിളിയോ? ബബിള് വന്നു. ടീച്ചറമ്മ എന്താ ക്ലാസ് എടുത്തോണ്ടിരിക്കുന്നത്? കുമ്പിളിയുടെ അർത്ഥം ബബിൾസ് എന്നൊക്കെ. ഇംഗ്ലീഷ് ബബിളി എന്ന് പറയും. നമുക്ക് ആദ്യം കഴിക്കാൻ കഴിയും. വൃത്തിയുള്ളൊരു ഹോട്ടൽ നോക്കി കയറാം. ഇവിടെ വേണ്ട. ആണോ? ഞാൻ ചവക്കുന്ന എന്തിനാ മൂക്കിന്റെ തീറ്റിയെടുക്കാൻ. ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് വെജ് ദോശ കഴിക്കുന്നു. എന്നിട്ട് സാമ്പാർ. അതാണ് ഞാനിങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മെ കണ്ടാണ്. തേക്കടി പോകുന്ന പ്രതീക്ഷ തള്ളിയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അത് വണ്ടിപ്പെരിയാർ കഴിഞ്ഞ പിന്നെ സെറ്റാണ്. അല്ലേ? ഹലോ ഗൈസ്, നമ്മൾ കുമളി എത്തിയിരിക്കുന്നു. ഇനി ഭക്ഷണം കഴിക്കണം, ആ കൂട്ടുകാരുടെ പോകി പറഞ്ഞ ഇംഗ്ലീഷ് രണ്ടെണ്ണം അടി. അത് കൂട്ടുകാരുടെ കൂടെ നിൽക്കുമ്പോൾ ഇംഗ്ലീഷ്, നിങ്ങളുടെ കൂടെ ആവുമ്പോൾ നിങ്ങളുടെ ലോക്കലായിട്ട് മഴ തൂറുന്നത്. 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 8 പേരെ അവിടെ കടയിൽ ഉണ്ടാക്കാന്ന് പറഞ്ഞു. ഏത് കട? അപ്പുറത്തെ അവിടെ അല്ലേ കട? 1.5 കിലോമീറ്റർ, 1.6 കിലോമീറ്റർ. അവിടെ നല്ല ഫുഡ് കിട്ടും. രജിഷേട്ടൻ പറഞ്ഞു. കൺവിൻസിങ് സ്റ്റാർ സീനൊക്കെ. മഹേഷ് എന്നാലും വന്നില്ലല്ലോ, മാഷേട്ടന് പനി. ഒരു മാസ്ക് ഒക്കെ ഇട്ടിട്ടെങ്കിൽ പോരായിരുന്നു. 8 പേർക്കും കൂടെ 100 രൂപ കൊടുത്താൽ ഞാൻ 1 കിലോ വേണ്ടോ ജീപ്പ് പോവാം. അതാണ് പറഞ്ഞത്. സൗത്തിലൊക്കെ ഗുഡ് ഡീലാണ്. ഇതാണോ ജീപ്പ്? ഗൈസ്, ഈ ജീപ്പിൽ നമ്മൾ പോവുകയാണ് ഗൈസ്. ആരെങ്കിലും ഒരാൾ തല കറങ്ങുന്നു. 100 രൂപയല്ലേ? നീയല്ല എനിക്ക്, നീ ഇറങ്ങി അവനെ ഒന്നത്ത് കയറ്റിട്ട് നീ പുറപ്പെടുക. ഫ്രണ്ട് കയറാൻ പറഞ്ഞു. ആശ തന്നെ വലിഞ്ഞ ഒന്നുകൂടെ പറഞ്ഞ എന്നാരും രാവിലെ വരാന്ന് പറഞ്ഞ രാത്രി, ഇന്നലെ രാത്രി അതാ പറഞ്ഞത്. രാവിലെ വരാൻ നീ പറഞ്ഞത് രാത്രി. എനിക്ക് തോന്നുന്നു 4 മണിക്ക് വന്നിട്ടുണ്ടെങ്കിൽ നല്ലായിരുന്നു. രണ്ടെണ്ണം ഇന്നലെ രാത്രി പ്ലാൻ. സുരേഷ് ഗോപി വ്ളോഗില് രാജേഷിനി മനുവിന്റെ തല വെട്ടി കൺവിൻസിങ് സ്റ്റാർ. ആശ, അടുത്ത റൗണ്ടിൽ നീ ബാക്ക് കയറണം. ഇവിടെ കാല് ഞങ്ങൾക്ക് വെക്കാൻ ഇടിച്ചിടിച്ച് കാലിന്റെ ഇടയിൽ വെച്ചോണ്ടിരിക്കും. ഞാൻ ബാക്ക് ഫിക്സ് ചെയ്തു. എനിക്കും ബാക്ക് ഇഷ്ടം. നിന്നെ വീട്ടിൽ വെച്ചിട്ട് വന്നിരിക്കുന്നത്, അതാണ് ഞാൻ ചെയ്തത്.
ഞാനും ഹരിങ്ങനെ ആ മറ്റേ 3 പേരിരിക്കുന്ന സീറ്റില് 3ാമത് വരുന്ന പറയുമ്പോ വലിയ സീനാ. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല അത് വേണ്ട. ഞാൻ ഇവന് പ്ലാൻ ചെയ്തിട്ട് മറ്റേ ആദ്യം ഒരുത്തം കയറിയില്ലേ, ആദ്യം നമ്മുടെ കൂട്ടത്തിൽ അവനെടുത്തപ്പോ ഞങ്ങക്ക് കുഴപ്പമില്ലായിരുന്നു. അവനായിരുന്നു പ്രശ്നം, നമുക്ക് കുഴപ്പമില്ലായിരുന്നു. അവൻ ഇറങ്ങി കഴിഞ്ഞിട്ട് ചതഞ്ഞ് അവന്റെ ഇടുപ്പിൽ കമ്പി കൊണ്ടിട്ട് കുറച്ചങ്ങോട്ട് നീങ്ങിയിരിക്കും ഇടുപ്പിൽ കമ്പി. അത് കഴിഞ്ഞിട്ട് അവൻ സീറ്റിട്ടിപ്പം മാറിയിരുന്നപ്പം പിന്നെ വരുന്നത് എല്ലാം സൈസ് കൂടി ആൾക്കാരാ. ഒന്നും ചെയ്യാനില്ല. അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ആശിച്ചൊരു വീട് പറയുന്നത് അവിടെ പോകുമ്പോൾ ആ തേക്കടിക്ക് പോകാനുള്ള പൈസ 4 കിലോമീറ്റർ ഇങ്ങനെ കിളിവികൾ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് വെക്കണം. ഭയങ്കര ഇവിടുന്ന് റെക്കോർഡ് ചെയ്യും. ഇത് പറയും ഒരു പേരും ഞാൻ ആ റോസിനെ കണ്ടു. കൂത്താട്ടുകുളം അല്ലേ? ആശ ഇറങ്ങ ഇതേതാ പട്ടുകറി മീൻ കറി മട്ടൻ 2 ചിക്കൻ. പിന്നെ നിനക്ക് എന്നാ ചെമ്മീൻ ബിരിയാണി ഉണ്ട്. ആ മുഖം നോക്കി ചിക്കൻ ബിരിയാണി എക്സ്ട്രാ പറഞ്ഞു. ഞാൻ ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണി ഒന്നുകൂടെ ആഡ് ചെയ്തോളൂ. അപ്പോൾ മൊത്തം 3 ആവും. ചെമ്മീൻ ബിരിയാണി പറഞ്ഞിട്ട് ആശ്രം മുഖം കാണായിരുന്നു. മലർച്ച അത് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അവിടെ വിഷമിച്ചു. മട്ടൻ ബിരിയാണിയേക്കാളും കുറവായിരിക്കും. എന്നാലും നീ ലേഡീസ് ടോയ്ലറ്റിൽ കയറിയല്ലോ. അറിയാണ്ട് മറിപ്പോയതാ. ഞാൻ വരച്ച് ഇവിടെ ഒരെണ്ണമുണ്ടല്ല അതായിരിക്കും. വ്ളോഗ് എടുക്കാണ്ട് പോയത് അല്ല അടുത്തും പറയണ്ട, ആരും കണ്ടില്ല. ആയോ മാത്രമേ കണ്ടുള്ളൂ. ഇവന് പിന്നെ ആരാണ് അരിയാ കണ്ടത്? അല്ല ജിത്ത് അല്ല മാറിപ്പോയതേ റാഷ്. ബിരിയാണി തമിഴ്നാട് ഹോട്ടലിലാണ് പോയത്. അപ്പൊ എന്ത് മാറിപ്പോയതാ. ഞാൻ പറഞ്ഞ ഇതായിരിക്കില്ല ഇത് സാധനം. ഞാനും കേറിയിട്ടുണ്ട് തമിഴ്നാട്ടിൽ. ജഗദീഷ് ഓർമ്മയുണ്ടല്ലോ? എടുത്തോ. ഞാൻ പൂരി പറയുന്നു 2 സെറ്റ് 2 പൂറി മതി. മുട്ടയുള്ള ചിക്കൻ ബിരിയാണി. ഇത് കണ്ടോ മുട്ട? പൈനാപ്പിളിന്റെ ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ്. കണ്ണൂർക്കാർക്ക് ഇത് ഇഷ്ടമല്ല. ആ പിന്നെ പൈനാപ്പിളിന്റെ ബിരിയാണി ടേസ്റ്റ്. അതാണ് കണ്ണൂർ വേഴ്സസ് ട്രിവാൻഡ്രം. ഇതിനിഷ്ടമല്ല ആർക്ക്? കണ്ണൂരുകാർക്ക് അല്ലെങ്കിലും പൈനാപ്പിളിൽ ഇടണം. പോടാ ഞങ്ങളവിടെ കൂടുതല. ആ ചേച്ചി ഇതിൽ മുട്ട ഉണ്ടാണോ? അയ്യോ ഇതിൽ മുട്ട കാണില്ല. അപ്പൊ ചെമ്മീനകത്ത് എന്ത് കാണും? അപ്പൊ ചെമ്മീന്റെ മമ്മി ഡാഡി എടുത്തിട്ട് പോടാ. ഇത് കഴിക്കുമ്പോ ഇങ്ങനെ വാ വാ പോരെ പോരെ ബിരിയാണി ഉണ്ടാവും. നിങ്ങൾക്ക് എന്താ പൈനാപ്പിൾ കഴിച്ചാൽ? അല്ലെങ്കിൽ പൈനാപ്പിൾ കഴിക്കുമല്ലോ. അത് സീൻസാണ്. നമ്മളിപ്പോ സൗത്ത് കേരള അതും മുട്ടയും പപ്പടം സാലഡും എല്ലാം കൂടെ
ഇതേപോലെ ഇരിക്കുന്നു. മുട്ട കാണും അവിടെ. ഇത് അടുത്ത മഹേഷിലെന്ന് പറഞ്ഞത് ആളെ നടക്കുകയായിരുന്നു. അസിസ്റ്റന്റ് ഒറ്റ ബാത്റൂം അവിടെ കൊള്ളൂല. അപ്ലോഡിങ് ആണ്. അവിടെ എല്ലാം ഉണ്ട്. തിരിച്ചു തരണം കേട്ടോ. കുറച്ച് കഷ്ടപ്പെട്ടു. ഹോട്ടലിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞോ? ഇല്ല, നീ പറ. എന്താ ഹോട്ടലിന്റെ പേര്? തേക്കടി കപ്പ. അതൊക്കെ പ്രൊമോഷൻ കൊടുക്കണം. അതാണോ പേര്? ആ, അതാ ഹോട്ടലിന്റെ പേര്. പരിപാടി ബസ് സ്റ്റാൻഡിൽ ഒന്ന് ഇറങ്ങിയപ്പം അവിടെ ഉണ്ടായിരുന്ന ജീപ്പ് അടിയുന്ന ചേട്ടനാണ് ഈ ഹോട്ടൽ സജസ്റ്റ് ചെയ്തത്. ഞാൻ ഇവന്റെ അടുത്ത് പറഞ്ഞതാ നൈറ്റ് വരാൻ. ഇവനാല് പക്ഷെ ഫുഡ് പോരെ. ഫുഡ് പോലെ. പക്ഷെ ബിരിയാണിക്കകത്ത് മുട്ട ഉണ്ടായിരുന്നു. ചിക്കൻ ബിരിയാണി പോരാ. പക്ഷെ മട്ടൺ കൊള്ളായിരുന്നു. മുട്ട കൊള്ളായിരുന്നു. എനിക്ക് ഗോപി മഞ്ചൂരി എന്താ എന്താ പറ. ബാത്റൂം എങ്ങനെ ഉണ്ടായിരുന്നു? ബാത്റൂം ചെറിയ ഡൗൺലോഡിംഗ് ആണെങ്കിൽ ഓക്കെയാ, വലിയ ഡൗൺലോഡിംഗ് പറ്റില്ല. അത് ബാക്കി അമരത്തിന്റെ അടുത്ത് ചോദിച്ചോ. ബാത്റൂം എന്താ അങ്ങനെ ഉണ്ട്, കൊള്ളാം. ഫ്ലഷ് അങ്ങനെ ഉണ്ട്, ഫ്ലഷ് വർക്ക് ചെയ്യുന്നുണ്ടോ? പിന്നെ ആരും പോകാൻ പറ്റില്ല അവിടെ. പിന്നെ ഇങ്ങോട്ടേക്ക് 1/2 കിലോമീറ്റർ ഉണ്ടെന്നാണ് ചേട്ടൻ പറഞ്ഞത്. 8 പേരുണ്ടായിരുന്നു. അപ്പൊ 8 പേര് ജീപ്പിൽ വന്നതിന് ഒരു 100 രൂപ ആയുള്ളൂ. അപ്പൊ അത് നമുക്ക് അത്യാവശ്യം ലാഭമായിട്ട് തോന്നി. ഇപ്പോഴത്തെ ഓട്ടോക്കാര് ഉള്ള റേറ്റ് വാങ്ങുന്നതനുസരിച്ച് നോക്കുമ്പോ ഇത് ലാഭം. അത് ജീപ്പില് 8 പേര്. 8 പേര് കണ്ണു തള്ളി. ബോട്ട് കാണോ ഗൈസ്? സൂര്യ അടുത്ത 5 എല്ലാവരുടെയും വയൽ 5 ഇതെന്ന് എന്ത് എങ്ങോട്ടാ വേണ്ട? അവിടെ എന്താ അവന്മാരെങ്ങോട്ടാ പോയേക്കുന്നത്? അവിടെ ടിക്കറ്റ് എടുക്കുന്നത്. ഓ, അമ്മ ടിക്കറ്റ് എടുക്കാൻ പോയാ ബാബുവാ അങ്ങോട്ടോടക്കാം. ആനയുടെ പൊക്കത്തൂറിന് സഫാരി ചെയ്യാം. ചാണോ ഗൈസാ കടുകണ്ടാ നോക്കി. എവിടെ തന്നെ ലൂക്കാണല്ലോ. എനിക്കിപ്പോ അറിയോ ലിഫ്റ്റ് മറ്റേ ഇതാ ട്രോമ. എന്ത് ട്രോമ? ലിഫ്റ്റ് ട്രോമ. എന്താ അങ്ങോട്ട് വൈകി. ഉരുകിപ്പോയി അവിടെ നിന്ന്. സിനിമയാണെങ്കിൽ റിവെഞ്ച് സ്റ്റോറി ഒക്കെ ഉണ്ടാവും. പാതിരാത്രിയൊക്കെ പോയിട്ട് ആശിനെ എന്താ ഉണ്ടായെച്ചാ ഞാൻ എന്താക്കി. അപ്പൊ ചേട്ടൻ മൂക്കിലെ കൂടി കാറ്റ് വിടുന്നെല്ലാം പറഞ്ഞു. മൂക്കി കൂടി കാറ്റിട്ട് ചിരിക്കണം. ഞാൻ പറഞ്ഞു പിന്നെ നിങ്ങളതിലെ കൂടിയ കാറ്റ് വിടുന്നത്. ബാക്കിയും കൂടി പറയണമെന്നുണ്ട്. അവര് കേട്ടായിരുന്നാ? പിന്നില്ല അവര് ചിരിച്ചാ? അവര് തിരിച്ചല്ലോ പറയും. അത് ഫുള്ള് ആൾക്കാര് വേറെ ആൾക്കാര് ബാക്കിയോട് പറയാതിട്ട് ഭാഗ്യം വിചാരിച്ചാണ്. ഇപ്പൊ ഞാൻ ലിഫ്റ്റ് കയറിയ ആരുടെ മിണ്ടൂല. അതാ നല്ലത് നിന്റെ ആരോഗ്യത്തിന്. ഇൻട്രോവേർട്ട്. ഇൻവെർട്ടർ. അതിന്റെ ശേഷം തൊട്ട് എല്ലാം വ്ളോഗ് എടുക്കല നോക്കുന്നൊക്കെ. അല്ല എന്നിട്ട് വീട്ടിൽ പോയിട്ട് ഇതിട്ട് കണ്ടിട്ട് കരയും. അതന്നെ പക്ഷെ ഇപ്പൊ എല്ലാ സ്ലോട്ടും ഫില്ല് ചെയ്ത് കേട്ടോ. 3:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഇന്ന് പോകാൻ പറ്റും തോന്നുന്നില്ല. ഇപ്പൊ സ്ലോട്ട് ഫില്ലായി. അവന് 1:45 3:30 കിട്ടാൻ ചാൻസ് കുറവാണ്. എല്ലാ പ്രൈസ് ഡീറ്റെയിൽസ് അല്ല ഞങ്ങൾ നേരിട്ട് ടിക്കറ്റ് ഓക്കെ. അതന്നെ നിങ്ങൾക്ക് കാണണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ഞങ്ങളിപ്പോ മറ്റേ കുമുളിയിലെ അതന്നെ കമന്റ്സ് ഒരാൾക്ക് 2000 രൂപ. 15 മണിക്കൂർ ട്രക്കിങ്ങിന്റെ 15 കിലോമീറ്റർ. സോറി, ചത്തു. അതിനിടെ കൂടെ അട്ടയും കൂടെ പിടിച്ചു കഴിഞ്ഞാൽ
ഷൂ വേണം. ഓ ആണോ? എന്തെങ്കിലും മാത്രമേ ക്രോക്സ് 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 ക്രോക്സ്. ഓ വുഡ്ലാൻഡ് ഒക്കെ എന്ത് വേണം? റിച്ച് വൈബ്സ് എന്നൊക്കെ. ബോങ്സ് ബ്രോങ്കീസ്. എന്താ ബ്രോങ്കീസാ? ബോങ്കേഴ്സ് ഉണ്ടാക്കുന്നതൊക്കെ ആ സമയത്ത് തോന്നിയ പേരായിരിക്കും. ബ്രോങ്കീസ്. ഇൻട്രോവേർട്ട് ആയപ്പോൾ ആള് ഫോൺ സംസാരിക്കണമെങ്കിൽ നേരത്തെ വിളിച്ചേക്കും. കൺവിൻസ്. ആ മനസ്സിലായി. ഇപ്പൊ ഞങ്ങൾ എന്തായാലും അവിടെ പോയിട്ട് ടിക്കറ്റിന് ക്യൂ നിന്നു. ചേച്ചിക്കുണ്ടോ? നരയുണ്ടോ? വൈറ്റമിൻ B12 എന്റെ മാന ഞാൻ വരുന്ന ഞാൻ മാത്രം ഉണ്ടായിരിക്കുള്ളൂ. ഞാനൊക്കെ മറച്ചിരിക്കുന്നു. നിലവിലത് കണ്ടു. എടാ ഓക്കെ എടാ വാ ടിക്കറ്റ് എടുക്കാം. ഇത് സംഭവം എന്താന്ന് വെച്ചാ അവിടേക്ക് പോവാനാണ് ടിക്കറ്റ് ക്യൂ നിൽക്കുക, അല്ലെങ്കിൽ കിട്ടൂല. പിന്നെ ഈ ഓൺലൈനൊക്കെ ഉണ്ടെന്നോ? ഫ്ലിപ്കാർട്ടോ? എന്താ